ഹലോ വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് അമ്മമാസ് കിച്ചൻ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചക്കക്കുരുവും മുരിങ്ങയിലയും കൊണ്ടുണ്ടാക്കുന്ന ഒരു ചാറാണ് കേട്ടോ. ചോറിനോ അല്ലെങ്കിൽ ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ചാറാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. പക്ഷെ അത് ഇപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബിഗ് നോ. ഇപ്പം ആരും ഉണ്ടാക്കി നോക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർക്കിടക മാസത്തിൽ നമ്മൾ മുരിങ്ങയില ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുക. കാരണം ഈ മഴയത്ത് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാവും അത്ര. എനിക്കതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയില്ല. സോ സയൻറ്റിഫിക്കലി ഓറൽസ് നമ്മൾ കാലാകാലങ്ങളായി കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് കർക്കിടക മാസത്തിൽ മുരിങ്ങയില ഉപയോഗിക്കരുതെന്ന്. പിന്നെ എന്തുകൊണ്ട് ഞാനിതിപ്പോൾ കാണിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഇപ്പോൾ എടുത്ത വീഡിയോ അല്ല കേട്ടോ. ഒരു മാസമൊക്കെ ആയി ഞാൻ അത് മറന്നുപോയി. ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു വെച്ച കാര്യം തന്നെ മറന്നുപോയി. അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് ഇടുന്നു എന്ന് മാത്രം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാം. ഇപ്പം ഉണ്ടാക്കരുത്, മഴയൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇതിന് വേണ്ടത് നല്ല ചക്കക്കുരു എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മുരിങ്ങയില, തേങ്ങ ഒരു ഹാഫ് തേങ്ങ മുഴുക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 7-8 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതുണ്ട്. ഒരു 4-5 അല്ലി വെളുത്തുള്ളി, കുറച്ച് വലിയ വെളുത്തുള്ളിയാണ് ഇത്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകവും. അപ്പോൾ ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ചക്കക്കുരു മുരിങ്ങയില ചാറുണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ചക്കക്കുരു വേവിച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടി ഒരു കുക്കർ എടുത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി നടുകെ കീറി വെച്ചിരിക്കുന്ന ചക്കക്കുരു എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട ശേഷം നമുക്കൊരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ ചക്കക്കുരു നന്നായിട്ട് മുങ്ങണേ. കാരണം ഇതിന് നല്ല വേവുള്ളൊരു സാധനമാണ് ഈ ചക്കക്കുരു. അപ്പോൾ അത് നന്നായി മുങ്ങിക്കിടക്കണം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ ഉള്ളിയും ആഡ് ചെയ്യാം കേട്ടോ. വെളുത്തുള്ളി നമുക്ക് കുറച്ച് കൂടുതൽ ഇട്ട് കഴിഞ്ഞാലും തെറ്റൊന്നുമില്ല. കാരണം ഈ ചക്കക്കുരു കുറച്ച് ഗ്യാസാണല്ലോ. അപ്പോൾ നമുക്ക് ഗ്യാസിനെ പ്രതിരോധിക്കാനായിട്ടാണ് ഈ വെളുത്തുള്ളി ഇങ്ങനെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു 3 വിസിലൊക്കെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ചക്കക്കുരു വേവും. ഇനി ഇതിൽ ചക്കക്കുരുവിന് പകരം നമുക്ക് ചേമ്പിട്ടിട്ടും ഇതേ ഒരു റെസിപ്പി ഫോളോ ചെയ്യാം കേട്ടോ. സൂപ്പറായിരിക്കും. എന്നിട്ട് ഈ വെന്ത ചക്കക്കുരു നമുക്കൊന്ന് ഉടച്ചെടുക്കണം. നമ്മൾ ഈ കരണ്ടി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ജസ്റ്റ് എല്ലാം അങ്ങനെ ഉടഞ്ഞ് കുഴഞ്ഞൊന്നും പോകണ്ട. ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചാറിനൊരു കൊഴുപ്പ് കിട്ടണമല്ലോ. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മുരിങ്ങയില ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോൾ ഈ തിളപ്പിക്കുന്ന സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴും എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയില്ലേ, അപ്പോൾ ആ തേങ്ങയും കുറച്ച് ഉള്ളിയും അതുപോലെ ജീരകവും ഇട്ടിട്ട് നന്നായിട്ട് ആ തേങ്ങ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് അടിച്ച് നമ്മളവിടെ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ മുരിങ്ങയില ഇതിനകത്ത് ആഡ് ചെയ്ത് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അരപ്പ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. അതുപോലെ ആവശ്യത്തിന് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ഈ ചക്കക്കുരുവൊക്കെ ഉടയ്ക്കുമ്പോഴത്തേനും തന്നെ ഈ ചാറ് നന്നായി കുറുകി വരും. അതേപോലെ ഇപ്പോൾ തേങ്ങയും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് കുറുകി വരും. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ നമ്മുടെ സംഭവം പ്രിപ്പറേഷൻ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കുക. പക്ഷേ ഈ മുരിങ്ങയിലൊക്കെ ഊരിയെടുക്കാനുള്ള സമയമാണ് ഇതിനകത്ത് ഇത്തിരി സമയം കൊല്ലിയായിട്ട് വരിക കേട്ടോ. അതുപോലെ ലൈക്ക് ഓവർ സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷൊന്നും അല്ല. കുറച്ച് സട്ടിൽ ടേസ്റ്റ് വരുന്ന ഒരു ഡിഷാണ്. ചപ്പാത്തിക്കൊക്കെ നല്ല കോമ്പിനേഷനാണിത്. അപ്പോൾ ഇത് നമ്മൾ ചാറാക്കി കഴിഞ്ഞു. ഇനി നോർമലി നമുക്ക് താളിച്ചെടുക്കാം കേട്ടോ. കടുക്, ജീരകം, ഉള്ളിയൊക്കെ ഇട്ടിട്ട് താളിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ജീരകമൊന്നും ആഡ് ചെയ്യുന്നില്ല, കടുക് മാത്രം ഇടുന്നു. കുറച്ച് ഉള്ളി ഇട്ട് താളിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാറിലേക്ക് ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ഡിഷ് വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് വേവിക്കുക, തിളപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ മുരിങ്ങയില ഞാൻ പറഞ്ഞ പോലെ മുരിങ്ങയില ഊരുന്നതാണ് കുറച്ച് ടെഡീഷ്യസ് ആയിട്ടുള്ള ടാസ്ക്. അപ്പോൾ കർക്കിടക മാസത്തിൽ ആരും ഇത് ട്രൈ ചെയ്ത് നോക്കണ്ട കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പി വീഡിയോസ് നിങ്ങളിലേക്ക് ഇനിയും എത്തിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ അമ്മമാസ് കിച്ചൻ. അതുപോലെ എന്തെങ്കിലും പാലക്കാടൻ സ്പെഷ്യൽ റെസിപ്പി വേണം എന്നുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വേറൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ബൈ.